ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള 15 ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. ടെസ്റ്റ് ലോകകപ്പിലേക്കുള്ള സെമിയിലേക്ക് ഇടം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ പരമ്പരയിൽ ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂട്ടാ. നിലവിൽ 5ാം സ്ഥാനക്കാരായിട്ടാണ് ഇന്ത്യ പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. ടേബിളിലെ ഏറ്റവും മുകളിലുള്ള നാല് ടീമുകൾക്ക് മാത്രമാണ് കേട്ടോ സെമിയിലേക്ക് ഇടം കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു പരമ്പര ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ടേബിളിലെ ടോപ്പിൽ നിൽക്കുന്നത് ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ് എന്നിങ്ങനെയാണ് കേട്ടോ ആദ്യത്തെ 4 സ്ഥാനക്കാരുള്ളത്. ഇന്ത്യയിൽ 15 ടീം എടുത്ത് നോക്കുന്ന സമയത്ത് ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. വൈസ് ക്യാപ്റ്റനായിട്ട് KL രാഹുലുമാണ്. കുറച്ച് കാലങ്ങളായിട്ട് വൈസ് ക്യാപ്റ്റനും ക്യാപ്റ്റനും ഇവർ രണ്ടുപേരും തന്നെയാണ് കേട്ടോ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ. അതേപോലെ തന്നെ വൺ ഡേ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ശുഭ്മാൻ ഗില്ല് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് SSV ജയ്സ്വാൾ ഉണ്ട്. അതേപോലെ തന്നെ കീപ്പറായിട്ട് മെയിൻ കീപ്പറായിട്ട് വന്നിരിക്കുന്നത് ഋഷഭ് പന്താണ്. സായ് സുദർശൻ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ധ്രുവ് ജുറൽ സെക്കൻഡ് കീപ്പറായിട്ട് ടീമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര ജഡേജ ടീമിലേക്ക് ഇടം കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് രവീന്ദ്ര ജഡേജ ഏത് ഫോർമാറ്റിലും കളിക്കാതിരിക്കുന്ന ഒരു പ്ലെയർ കൂടിയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ വീണ്ടും സ്ഥാനം കിട്ടിയിട്ടുണ്ട്. മാനവ് സുധർ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജസ്പ്രീത് ബുംറ ടീമിലേക്ക് വന്നിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ കുറേ കാലങ്ങൾക്ക് ശേഷമുണ്ട് കേട്ടോ ടെസ്റ്റ് ടീമിലേക്ക് ഇടം കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കാനായിട്ടുണ്ട്. കാരണം ഈ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇടം നേടണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രണ്ട് മത്സരങ്ങൾ വിജയിച്ചേ പറ്റൂ. അപ്പോൾ എന്തായാലും സീനിയറായിട്ടുള്ള കുറച്ച് ബോളേഴ്സിൻ്റെ ടീമിലേക്ക് വന്നാൽ മാത്രമാണ് ഇടം കിട്ടാനും പറ്റുള്ളൂ എന്നുള്ള ഒരു കാരണത്താലാണ് കേട്ടോ ടീമിലേക്ക് ഇടം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് ടീമിലേക്ക് വന്നിരിക്കുന്നത്, പ്രസീദ് കൃഷ്ണ, പിന്നെ ഗുർനൂർ ബ്രാർ ടീമിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദേവദത്ത് പടിക്കൽ ടീമിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ശരൺ ജെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പ്ലെയറിനെ ടീമിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇന്ത്യയുടെ സ്ക്വാഡിലേക്ക് ഇടം കെട്ടിത്തിരിക്കുന്ന 15 പേര്. അപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ നിന്നും ഏറ്റവും മികച്ചൊരു 11 പേരെ തന്നെ ആയിരിക്കും കേട്ടോ ഇന്ത്യൻ ടീം എന്തായാലും ഈ ഒരു 2 മാച്ചിലേക്ക് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 2 മത്സരത്തിൽ ജയത്തെ കുറഞ്ഞ ഒന്നും തന്നെ പ്രതീക്ഷിക്കാനില്ല. കാരണം എങ്ങനെയും സെമിയിലേക്ക് ഇടം കെട്ടുക എന്ന് മാത്രമുണ്ട് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ